സോമനങ്ങളെ, അച്ഛൻ അങ്ങനെ ഒരിക്കലും അങ്കിളിനെ ചതിക്കില്ല. വേണ്ട, ആരും വക്കാലത്ത് പിടിക്കണ്ട. മാധവ, നിന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടതായി ഞാൻ. എന്നെ പറ്റിച്ച പണം കൊണ്ട് നീ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോ. പക്ഷേ ഇനി ഈ സോമന്റെ മനസ്സിൽ മാധവനില്ല. വിക്രം സാറിനെ പോലുള്ളവര് ഉള്ളത് കൊണ്ടല്ലേ. വർഷ നമ്മൾ കരുതിയതുപോലെ സാറിന്റെ വരുതിയിൽ വന്നില്ലേ. ഇനി കൂട്ടിലടച്ച കിളിയെ പോലെ അവള് എന്നേക്കുമായി ഈ 4 ചുവരുകൾക്കുള്ളിൽ കിടക്കണം. ഡോക്ടർ പറഞ്ഞാ നേരാ. അവളിപ്പോ ശ്യാമിന്റെ കസ്റ്റഡിയിൽ നിന്നും എന്റെ കൈവേളയിലായി. ശ്യാം പൊന്ന റോസ്കൽ. അവൻ എന്താ വിചാരിച്ചത്? ഞാൻ ജീവന തുല്യ സ്നേഹിക്കുന്ന വർഷയെ സ്വന്തമാക്കാന്നോ? കൊല്ലും ഞാൻ അവനെ. ആ സാറേ, വർഷയിപ്പ തിരിച്ചു വരും. വരുമ്പോ സാർ അവളെ സ്നേഹം കൊണ്ട് പൊതിയണം. തീർച്ചയായും. സ്നേഹിച്ച് ഞാൻ അവളെ അങ്ങ് കൊല്ലും. ഒരു മനുഷ്യമൃഗാണ് അവളുടെ ഭർത്താവെന്ന് മുൻപേ അവൾക്ക് അറിയാമായിരുന്നു. ആ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനേ ഞാൻ ഒരുപാട് പാടുപെട്ടു. പക്ഷേ എനിക്ക് മാറാൻ പറ്റില്ലല്ലോ. ഞാൻ വിക്രം അല്ലേ. വിക്രം, വർഷ, ശ്യാം, ശ്യാം, വർഷ. എന്നോട് തന്തയില്ലാത്തനം കാണിച്ച കൊല്ലും ഞാൻ അവനെ. ഡോക്ടറെ, ഈ പൂച്ച എലിയെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത്ര പെട്ടെന്നൊന്നും കൊല്ലില്ല. അങ്ങോട്ടൊരു തട്ട്, ഇങ്ങോട്ടൊരു തട്ട്, അങ്ങോട്ട് തട്ട്, ഇങ്ങോട്ട് തട്ട്. ഒടുവിൽ തട്ടി തട്ടി പതിയെ കൊല്ലും. ഇതില് വർഷയിലും ഞാൻ പൂച്ചയാ. കൊലവെറിയിൽ നടക്കുന്ന കാട്ടുപൂച്ച. അയ്യോ, ഡോക്ടർ പേടിച്ച? ചുമ്മാ. ആ വർഷമോളാണല്ലോ വിളിക്കുന്നത്. ഹലോ മോളെ. ഹലോ അമ്മേ, ഞാനാ വർഷ. മോളെ, നിനക്ക് സുഖാണോ? അമ്മേ, ഞാൻ അങ്ങോട്ട് വന്ന് എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അതിനെന്താ, മോള് വാ. വർഷം ഇങ്ങോട്ട് വരുന്നുണ്ടോ അമ്മേ? ആ, വരാൻ ഇറങ്ങിയപ്പോ ചില അത്യാവശ്യങ്ങൾ വന്നു, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല. മോളെ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കട്ടെ? ഞാൻ അച്ഛനെ പിന്നെ വിളിച്ചോളാം അമ്മേ. അച്ഛനോട് പറഞ്ഞാ മതി. ഇപ്പൊ വയ്ക്കട്ടെ? ശരി മോളെ. ചേട്ടാ, കാർ തിരിച്ചുവിട. ശരി. വർഷം ഇങ്ങോട്ട് വരാനിരുന്നതാ. ഇപ്പൊ എന്തോ അത്യാവശ്യം വന്നൂന്ന്. പാവം. വർഷയെ വിളിച്ചോണ്ട് വന്ന് കുറച്ചു നാൾ ഇവിടെ നിർത്തണമെന്നുണ്ട് അമ്മേ. വേണം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അവളെ. അച്ഛാ, വാ കഴുകിട്ടോ, കാപ്പി കഴിക്കാം. ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നല്ലോ. വസന്തയായിരിക്കും. പറ്റുമെങ്കിൽ ഇന്ന് വരൂന്ന് പറഞ്ഞിരുന്നു. സോമനങ്കളാച്ച. സോമനെന്താ വീണ്ടും? ഒരു 5 മിനിറ്റ്. സോമ, പണമൊക്കെ കൊണ്ടു കൊടുത്തോ? സുചിത്രേ, സോമനോട് എന്തെങ്കിലും കഴിക്കാൻ എടുക്ക. നിന്റെ കാപ്പി സൽക്കാരത്തിനൊന്നും വന്നതല്ല ഞാൻ. നീ കാരണം എന്റെ മരുമോന്റെ മുന്നിൽ ഞാൻ നാണവും മാനവും കെട്ടു. ചതിക്കായിരുന്നില്ലേ മാധവൻ നായരെ?
സോമ, നീ എന്താ തമാശ കളിക്കുകയാണോ? നിനക്ക് എന്ത് പറ്റി? തമാശേ? 15 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 3 ലക്ഷം രൂപ കൊണ്ടു കൊടുക്കുന്നത് തമാശയാണോ? അതിന്റെ പേര് തമാശയെന്നല്ല, ചതി, കൊടും ചതി. നീ എന്നോടിത് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മാധവ. സോമ, ഞാൻ കൃത്യമായിട്ട് എണ്ണി വെച്ച പൈസയാ നിനക്ക് തന്നത്. മാധവ, നിനക്ക് എന്നെ പറ്റിക്കണമായിരുന്നെങ്കിൽ പണം തരില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്റെ മരുമോൻ ഇതിന്റെ പേരിൽ എന്റെ മുന്നിൽ വെച്ച് എന്റെ മോളുടെ കർണത്തടിച്ചു. ഞാനങ്ങ് ഇല്ലാതായി പോയടോ. എന്നെ അടിച്ചതിന് തുല്യമായിട്ട് അവൻ എന്റെ മോളെ അടിച്ചത്. എന്നെ വിശ്വസിക്കുന്നേ. നിനക്ക് എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. എന്റെ വീട് വെക്കാനുള്ള സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഞാൻ തരാം. സോമനങ്ങളെ, അച്ഛൻ അങ്ങനെ ഒരിക്കലും അങ്കിളിനെ ചതിക്കില്ല. വേണ്ട, ആരും വക്കാലത്ത് പിടിക്കണ്ട. മാധവ, നിന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടതായി ഞാൻ. എന്നെ പറ്റിച്ച പണം കൊണ്ട് നീ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോ. പക്ഷേ ഇനി ഈ സോമന്റെ മനസ്സിൽ മാധവനില്ല. സോമ, നീ അനുഭവിക്കും. നീ അനുഭവിച്ചേ ചാവൂ. ഞാൻ ചത്താ പോലും ചതിയനായ നീ എന്നെ കാണാൻ വരരുത്. തീർന്നു, എല്ലാം തീർന്നു. എടോ, അച്ഛാ, അയ്യോ, മാധവേട്ടാ, ചന്ദ്രു, അച്ഛാ, കുറച്ച് വെള്ളം അച്ഛാ. കൊടുക്ക്. അച്ഛാ, മാധവേട്ടാ, അച്ഛാ, അച്ഛാ. അച്ഛാ, അച്ഛാ. അച്ഛാ, അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? മാധവേട്ടാ, കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട. അച്ഛാ, മാധവേട്ടാ.